ഹലോ മൈ ഡിയർ ഫുഡീസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വൻപയർ അല്ലെങ്കിൽ വെള്ളപ്പയർ കറി. ഇത് ഞങ്ങൾ ബോംബെയിലൊക്കെ ഇതിന് പറയുന്നത് ചൗളി അല്ലെങ്കിൽ ലൂബിയ എന്ന് പറയും. അപ്പം നാട്ടിൽ ഇതിനെ ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് നോക്കി, അന്നേരം ഇതിനെ വൻപയർ അല്ലെങ്കിൽ വെള്ളപ്പയർ എന്ന് അതിനെ എഴുതി കാണിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വൻപയർ രാത്രിയിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതിനെ പ്രഷർ കുക്ക് ചെയ്യാം. ഇത് വേഗം കുക്കാവും. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു വിസിൽ മാത്രം കൊടുത്താൽ മതി. ഉപ്പ് മാത്രം ഇട്ടാണ് ഞാനിത് ബോയിൽ ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ട് ഞാൻ ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിൻ്റെ തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ ഈ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് അനിയൻ നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ സോട്ടേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ട് തക്കാളി മഷി ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഇതിനകത്ത് ഞങ്ങൾ പൊട്ടാറ്റോ ആഡ് ചെയ്യും. പൊട്ടാറ്റോ ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരു പൊട്ടാറ്റോ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മസാലകൾ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ പെരുംജീരകപ്പൊടി മസ്റ്റാണ് ഇതിനകത്ത്, അതൊരു 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ആ വൻപയർ കുക്ക് ചെയ്ത വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പൊട്ടാറ്റോ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി അടച്ച് വെക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ ഒരു 70% നമ്മുടെ ഉരുളൻകിഴങ്ങ് കുക്കായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് പയർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്ത് തേങ്ങാപ്പാലും ഇതേ സ്റ്റേജിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നിച്ചു എടുക്കാം. ഒരേ സ്റ്റേജിൽ തന്നെ എടുക്കാം, 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചിട്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സും കൂടെ അടച്ച് വെച്ച് നല്ലപോലെ അതിനെ കുക്ക് ചെയ്യാം. നേരത്തേക്ക് നമ്മുടെ പൊട്ടാറ്റോ 100% കുക്ക് ആവുകയും ചെയ്യും. പിന്നെ ആ പയറിലേക്ക് ആ ടേസ്റ്റ്, മസാലയുടെ ടേസ്റ്റൊക്കെ അബ്സോർവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു കൊങ്കണി സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. കൊങ്കൺ സൈഡിൽ കൂടുതലും തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. അവിടെ തേങ്ങ അരച്ചുണ്ടാക്കുന്ന വളരെ ചുരുക്കമാണ്. അപ്പം പക്ഷേ ഇതിൻ്റെ ടേസ്റ്റില്ലേ വളരെ സൂപ്പർ ടേസ്റ്റാണ്. ഒരു മൈൽഡ് ഫ്ലേവറാണ് ഇതിന്. എനിക്ക് കുറച്ച് സ്പൈസ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഗ്രീൻ ചില്ലീസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പൈസ് അധികം വേണ്ടെങ്കിൽ ഗ്രീൻ ചില്ലീസ് അവോയ്ഡ് ചെയ്യാം. ഈ സ്റ്റേജിൽ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ സ്റ്റേജിൽ പൊട്ടാറ്റോ കൊണ്ട് ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പയർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം അടിപൊളി ഇതിൻ്റെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് ഒന്ന് ലൈക്ക്, ഫോളോ, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.